ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സാധാരണ നമ്മൾ പൊരിക്കുന്ന പോലെയല്ല, കുറച്ച് മസാലയൊക്കെ തേച്ചിട്ട് പുഴുങ്ങിയ മുട്ട ഫ്രൈ ചെയ്തെടുത്തതാണ്. ചോറിന് ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ്. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാല റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 5 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ചെറിയ വെളുത്തുള്ളിയാണ്, വലുതാണെന്നുണ്ടെങ്കിൽ 1 ചേർക്കാം. അതുപോലെ ഒരു 2-3 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഇല്ലാന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ച പൊടിയാലും ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ ഉള്ളിയൊക്കെ നല്ലപോലെ അരയണം കേട്ടോ. പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം തന്നെ ഒഴിച്ചാൽ മതിയാവും ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ മുട്ട 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2ആയിട്ടോ 3ആയിട്ടോ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ മീനൊക്കെ മാരിനേറ്റ് ചെയ്യില്ലേ, നമ്മൾ സാധാരണ ഒരു മസാലയിൽ മീൻ മാരിനേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഈ പുഴുങ്ങിയ മുട്ട ഒന്ന് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണമെന്നില്ല. ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിരിക്കും. അതിലേക്കൊന്ന് നന്നായിട്ടെല്ലാം പിടിച്ചു കിട്ടും. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ എഗ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കറിവേപ്പിലയുടെ നിറം മാറി കഴിയുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് മുട്ട കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാനിൽ മുട്ട പൊരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ പാടില്ല. കാരണം മുട്ട അതിലേക്ക് ഇടുന്ന സമയത്ത് ഫ്ലെയിം കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. തീ ഒരുപാട് വെച്ച് ഇത് പൊരിച്ചെടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെക്കാൻ തന്നെ ശ്രദ്ധിക്കണം. മറക്കാതെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. അതുപോലെ ഈ ഒരു ബാക്കി വന്ന മസാലയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണം കേട്ടോ, മറക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഇതിൽ വെക്കുന്ന സമയത്ത് ആ ഒരു മസാലയൊക്കെ അതിലേക്കൊന്ന് ഫ്രൈ ആയിട്ട് വരും. ആ സമയത്ത് ഒന്ന് തിരിച്ചിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പച്ച മസാല ആയതുകൊണ്ട് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലാവുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നമൊന്നും വരില്ല. അതുപോലെ ആ ഒരു പച്ചമണമൊക്കെ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് മാറി നല്ലൊരു ടേസ്റ്റായിട്ട് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിന് കൂടിയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. 2 മിനിറ്റ് അപ്പുറം ഇപ്പുറം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഒരു 5 മിനിറ്റിലൊക്കെ തന്നെ കാര്യം കഴിയും. നല്ലപോലെ ആ ഒരു മണമൊക്കെ മാറി പച്ചമണമൊക്കെ മാറി ഒന്ന് ഫ്രൈ ആയതിൻ്റെ മണം വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് മാറ്റാം. ഒരു 5 മിനിറ്റൊക്കെ തന്നെ എടുക്കുള്ളൂ കേട്ടോ, 2 സൈഡും കൂടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാ ഫീഡ്ബാക്സും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.